ഒരു മലയാളി കൂടി വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക്. മദർ എലീശ്വരയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തും. നിർണായക ഘട്ടം പൂർത്തിയായതായി കത്തോലിക്ക സഭ അറിയിച്ചു. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് മദർ എലീശ്വ കൂടി എത്തുകയാണ്. ചടങ്ങുകൾ പൂർത്തിയായോ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അതായത് ഈ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്കുള്ള പ്രഖ്യാപനം ഉയർത്തുന്ന ചടങ്ങുകൾ നടക്കുക നവംബർ മാസം 8-ാം തീയതിയാണ്. ഇത് സംബന്ധിച്ച നിർണായക ഘട്ടം പൂർത്തിയായതായാണ് കത്തോലിക്ക സഭ ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നവംബർ 8-ന് വത്തിക്കാനിലും ഒപ്പം കൊച്ചിയിലെ വല്ലാർപാടം ബസിലിക്കയിലും ഒരേ സമയം പ്രഖ്യാപനം നടക്കും. കേരളത്തിലെ ആദ്യ സന്യാസിനിയാണ്. കോൺഗ്രിഗേഷൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ് എന്ന സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയാണ് ഇപ്പോൾ ധന്യ പദവിയിലുള്ള മദർ എലീശ്വ എന്ന പ്രത്യേകതയുണ്ട്. ഇതിൽ വിശുദ്ധർക്കായുള്ള വത്തിക്കാന്റെ ഡിക്കാസ്ട്രി ഇത് സംബന്ധിച്ച അംഗീകാരം നൽകിയിരിക്കുകയാണ്. വിശുദ്ധ പദവിയിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുന്നു മറ്റൊരു മലയാളി കൂടി എന്ന സവിശേഷതയാണ്. അതാണ് ഇപ്പോൾ കത്തോലിക്ക സഭ ഔദ്യോഗികമായി അറിയിക്കുന്നത്. 1831 ഇപ്പോഴത്തെ വരാപ്പുഴ അതിരൂപതയുടെ പൂർവ്വ രൂപമായ രൂപതയുടെ ഭാഗമായി കൊച്ചി ഓച്ചന്തുരത്തിലാണ് ജനിച്ചത്. പിന്നീട് ആദ്യഘട്ടത്തിൽ അവർ വിവാഹിതയായിരുന്നു. പിന്നീട് ഭർത്താവിന്റെ മരണശേഷമാണ് കത്തോലിക്ക സന്യാസം സ്വീകരിക്കുന്നത്. തുടർന്ന് നിരവധി ജീവകാരുണ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അടക്കം സജീവമായി പ്രവർത്തിച്ചു. അങ്ങനെ സ്വന്തമായ ഒരു സന്യാസ സഭയ്ക്ക് തന്നെ തുടക്കമിട്ടു എന്ന സവിശേഷത 1913 അവരുടെ അന്ത്യം സംഭവിച്ചു. പിന്നീട് അതിന്റെ നാമകരണ നടപടികളൊക്കെ പൂർത്തീകരിച്ചാണ് വിശുദ്ധ പദവിയോട് ഒരു പടി കൂടി അടുക്കുന്നത്. നവംബർ 8-ന് പ്രഖ്യാപനവും ചടങ്ങുകളും നടക്കുകയും ചെയ്യും. മദർ എലീശ്വ അങ്ങനെ വാഴ്ത്തപ്പെട്ടവളാവുന്നു. വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഒരു മലയാളി കൂടി എത്തുന്നു. സജു ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്.